എത്രയായി? 118. നീ എന്തിനാ സൈമോനെ പേടിപ്പിച്ചേ? ചേച്ചി എത്ര മോനെ? 21. കുശുമ്പിച്ചിട്ടൊന്നല്ല, അപ്പച്ചനെ കാണാനൊക്കെ പേടിച്ചിട്ടാ. പേടിച്ചോറി. എന്നെ നീന്തിക്കപ്പച്ച. നമുക്ക് പോവാം. എനിക്ക് ഇനി നീന്തണം. അത് ശരി, അപ്പച്ചൻ വരുമ്പോഴാണ് നിനക്ക് ഏളുകരം. അമ്മച്ചിയായിരുന്നെ ഇപ്പൊ കിട്ടിയേ. ആ മിടുക്കൻ. മാമനും കൂടി വരട്ടെ. താറാവര് തരുവോ? തരാന്ന് പറ. മിടുക്കൻ. ജോസൂട്ടിച്ചന് നീ ക്രിസ്മസ് കഴിഞ്ഞേ പോവുള്ളായിരിക്കും അല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ക്രിസ്മസിന് അപ്പച്ചനെ കൂടെ പോവാ. ആണോ? അങ്ങനത്തെ ആലോചനയുണ്ട്. കുറെ നാളായിട്ട് വിചാരിക്കുന്ന. അല്ല, ബോംബെ ഇത്തവണ ചേട്ടനും ചേട്ടത്തിയൊന്നും വരില്ലേ? ഓ, അവര് വരുമെന്ന് തോന്നുന്നില്ല. എന്താണ് അത്ര ചിരിക്കാൻ? തള്ളേനെ കളിയൊക്കെ ചിരിച്ചാലുണ്ടല്ല, അടിച്ചതിന്റെ മോന്തരി കോളി ഞാൻ തിരിക്കും എന്ന് എന്റെ ആങ്ങളെ കൊച്ചു അറിയിച്ച് അവന്റെ മൂത്ത് വെച്ച് പറഞ്ഞു. മുഖം എത്രയായി. അതോടെ അവളുടെ പരിഹാസം അങ്ങോട്ട് നിന്നു. ആ കൊല്ലം ക്രിസ്മസ് കഴിഞ്ഞ് ബോംബെക്ക് വണ്ടി കയറിയപ്പന്നെ ഈ പടി കയറിയിട്ടുണ്ട്. ഇപ്പൊ കൊല്ലം 2ആയി. കഴിഞ്ഞ കൊല്ലം വന്നെന്ന് കേട്ടല്ല. വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മാത്രല്ല, അതിന്റെ മുമ്പിലത്തെ കൊല്ലം വന്നിരുന്നു. വെറോനിക്കാരെ വീട്ടിൽ വന്നു. ഒട്ടകപ്പള്ളിയിലെ പൈരീര് വീട്ടിൽ പോയി. എന്റെ മേൽക്കുട്ടീനെ കെട്ടിച്ചോട്ട് പോയി. എന്നാ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ആയിരിക്കാം നഷ്ടം. പെണ്ണും പിള്ള വരയ്ക്കുന്ന എന്റെ ഒരടി ഇപ്പുറത്തേക്ക് അവൻ ചവിട്ടുന്നു. കടിഞ്ഞുപുത്രനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കോന്തന, വേറും പെങ്കോന്തൻ. സമീപേത എന്റെ യോസുട്ടിയെ. ഞാനെന്ന് പറഞ്ഞ അവന് ജീവന. ആരുടെയും ഒരു തലോണമന്ത്രവും അവന്റെ അടുത്ത് ചെലവാവില്ല. ഇപ്പോഴത്തെ പെൺപിള്ളാർക്ക് കെട്ടിയന്മാരെയും കൂട്ടി തുള്ളി നടക്കണമെന്ന് ഒറ്റ വിസാരേ ഉള്ളൂ. അങ്ങനെ താലി കഴിച്ചിലോട്ട് കേറിയ പിന്നെ അവളന്മാരുടെ വിധം മാറി. സത്യം പറഞ്ഞ എന്റെ ജോർജൂട്ടീനും ജോസൂട്ടീനും പെറ്റേ പിന്നെ ഞാൻ എന്റെ കെട്ടിയോന്റെ മുഖം ശരിക്കും കണ്ടത്. ഇപ്പൊ അങ്ങനെ വല്ല അച്ചടക്കമുണ്ട്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഇറങ്ങിയായി കോലും കോസടിയായിട്ട് പരിതോപ്പിൾ അന്വേഷിക്കില്ലേ കുഞ്ഞമ്മനിമ്മ? അന്വേഷിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ പിള്ളേ? തുള്ളാനിത്തിരി മോഹം വിളിക്കുണ്ട്. എന്നെ പേടിച്ചിട്ടാ മിണ്ടാപൂച്ചയെ പോലെ ഇങ്ങനെ നടക്കണത്. ഇത്രയും കാലമായിട്ട് ഒരു താറാവിനെ കൊല്ലാൻ പേടിയാന്ന് പറഞ്ഞ നീയൊക്കെ പിന്നെ എന്തിനാ നസ്രാണി പെണ്ണാന്ന് പറഞ്ഞ് നടക്കുന്നേ? കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോരുത്ത ചീന്തില്ല പോരെ? എന്നാ നമ്മളൊന്ന് ചിന്തിക്കേ. അല്ല, അതിപ്പോ ഈ ചീന്തുക എന്നൊക്കെ പറഞ്ഞാൽ നീ ഇതൊക്കെ ഒന്ന് പഠിക്കണമല്ലോ. എന്തിനാ വെറുതെ ഉരുളുന്നേ? പേടിയാണെന്ന് സമ്മതിച്ചൂടെ? പേടിയോ? എനിക്കോ? എടീ, തമിഴ്നാട്ടിലെ വെറ്റലക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലം നീ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ കാട്ടിൽ വെച്ചൊരിക്കാൻ വെറുതെ ഗുണ്ടൊന്നും അടിക്കണ്ട. ഇവിടെ ഇപ്പൊ കാടും കരടിയൊന്നും ഇല്ലല്ലോ. 2 കുഞ്ഞു താറാവല്ലേ ഉള്ളൂ. ആ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ ചീന്തങ്ങി ചീന്തിയാ മതി. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇതാ നിൽക്കേ. നമുക്ക് തോട്ടിലിട്ട് വളർത്താം. അത് നമുക്ക് വേറെ വാങ്ങിക്കാം. ഇന്ന് ഇതിനെ രണ്ടിനെ കൊന്ന അമ്മച്ചെറിയെ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യം എന്താ ഇവിടെ ഒരു ബഹളം? അല്ല, ഈ താറാവിനെ ഒന്ന് കൊല്ലാൻ. ഇതിനാ നീ ഇപ്പൊ താറൂട്ട് ഇറങ്ങിയിട്ടുണ്ട്. എടാ, ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യല്ലടാ. അതിനൊക്കെ പേടിയാണല്ലോ. അതാ പറയുന്നത്. ഉടുത്തൊരുങ്ങി നടക്കാനല്ലാതെ ഇതുങ്ങളെ കൊണ്ട് ഒരു കാര്യമില്ല. നീ ആ കത്തിന് കാണിച്ച് വെള്ളം വെച്ചിട്ടുണ്ടോ?
വേഗം തിളച്ച വെള്ളത്തിൽ മുക്കിയെടുത്ത് പപ്പും തൂലും പറിക്കാൻ നോക്കും. പിന്നെ അരപ്പ് നല്ല പാകത്തിന് അരക്കണം. അമ്മച്ചി അത് മിക്സിയിലിടുമ്പോ ശ്രദ്ധിച്ചാ പോരെ? മിസ്കിലിട്ടാലൊന്നും ശരിയാവില്ല. കല്ലോട് ചേർത്ത് നല്ലോണം അരയ്ക്കണം, എന്നാലേ സ്വാദം ഉണ്ടാവുള്ളൂ. താറാവ് വയ്ക്കണമെങ്കിൽ എന്റെ മേരിക്കുട്ടി വയ്ക്കണം. എന്റെ കൈപ്പുണ്യം അവൾക്കേ കിട്ടിയിട്ടുള്ളൂ. സ്വാദില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അമ്മിയിൽ വെച്ച് അരയ്ക്കണം, അത്രേ ഉള്ളൂ. ആ ഓട്ടോറിക്ഷക്കാരന് 10 രൂപ കൊടുത്ത് കുറെ കൂടുതലായി. നിന്റെ ഈ ഓണം കയറാ മൂല കൊണ്ടുവന്നതിന് 10 രൂപ കൊടുത്താ പോരാ. അയ്യടാ, തോരനിൽ ഉപ്പിച്ചിരി കൂടി. നീ ആ താറാവിന്റെ ചാറ് ചിരിന്ന് ഒഴിച്ചേ. ആരപ്പ ഈ നേരത്ത്? അളിയനാ. ദേ തങ്കച്ചിന് മേരിക്കുഞ്ഞു. കൃത്യസമയം. എന്നായിരുന്നു? എന്റെ മോള് നല്ല തൊണ്ടഭാഗ്യമുള്ളോളാ. തൊണ്ടഭാഗ്യം അവക്കല്ല അമ്മച്ചി, എനിക്കാ. കൈ കഴുകുന്നില്ലേ? ഒരു പാപവും ചെയ്യാത്ത ഞാൻ ഇത്തിരി ചോറ് തിന്നാ എന്തിനാണ് കൈ കഴുകുന്നത്? എന്നാൽ ഒരു ചടങ്ങിന്റെ പേരിൽ ഒന്ന് കഴിയേക്കാം അല്ലേ? കഴിയോ? അളിയൻ ഇഷ്ടപ്പെട്ട കറിയാ. താറാവോ? ആമാങ്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? സമ്മതിച്ചു. ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞതാ ഉറപ്പായിട്ടും താറാവ് കാണുമെന്ന്. നാത്തൂനിരുന്നോ, നമുക്ക് പിന്നീട് ഇരിക്കാം. നീ ഇങ്ങോട്ടിരിക്കും. അവരും നാത്തൂനും കൂടി ഇരിക്കട്ടെ. പരദൂഷണം പലതും പറയാൻ കാണുമല്ലോ. ഓ, നിങ്ങൾ പരദൂഷണം പറയാത്ത മിടുക്കന്മാര്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്റെ വക കുരുമുളക്, റബ്ബർ, മലഞ്ചരക്ക്, അളിയന്റെ വക തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ കമ്പോള നിലവാരം. അതൊക്കെ പറഞ്ഞാ ഇതുങ്ങൾക്ക് തലേ കയറുവോ? താറാവ് ഉഗ്രൻ. പക്ഷേ അരപ്പ് ശരിക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അമ്മച്ചി പറഞ്ഞ ശരിയാ, അരപ്പ് കുറച്ചുകൂടെ പിടിക്കാനുണ്ട്. ആ, എന്താണോ രണ്ടാളും ഒരു മൈൻഡിലായിരിക്കുന്നേ? എടോ കുറുമ്പ, ചോറുണ്ണുമ്പോ സംസാരിക്കാൻ പാടില്ല. ആരടാ ഇവൻ? കൊണ്ടുപോകാൻ കല്യാണം കഴിയുമ്പോ തൊട്ട് പറയാൻ തുടങ്ങിയതാ. ചേട്ടൻ അമ്മയോട് നേരിട്ട് പറഞ്ഞാലെന്താ? പറയും. സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുമെന്ന് പറഞ്ഞ പോലെ. അല്ല, നാത്തിന് വായ്തൊന്നും പറയാറില്ലല്ലോ. ഇതുവരെ പാത്രം തേച്ച് കഴിഞ്ഞില്ലേ? ഈ നിലയ്ക്ക് പാത്രം തേച്ച് തേഞ്ഞു പോലോ. കൊനഷ്ട പറയാതെ ശ്വാസം മുട്ടി തുടങ്ങിയെന്നാ തോന്നണം അമ്മയ്ക്ക്. കഴിഞ്ഞ ക്രിസ്മസിന് പോകാൻ പ്ലാനിട്ട് എല്ലാം തയ്യാറാക്കിയതാ. അന്നല്ലേ അമ്മ കുളിമുറിയിൽ ഒന്ന് കൈയൊടിഞ്ഞ്. ഇനിയിപ്പോ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, തങ്കച്ചൻ. എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചി ഇങ്ങനെ മുറുക്കി ചോപ്പിച്ച് ഈ അരത്തിണ്ണ ഇരിക്കുന്ന കാണാൻ ഒരാനച്ചന്തം തന്നെയാണ്. നീ എന്താ മുറുക്കാൻ തുടങ്ങിയത്? അങ്ങനെയൊന്നുമില്ല, സന്തോഷം തോന്നുമ്പോ വല്ലപ്പോഴും. ഇന്നിപ്പോ ഇവിടെ വന്ന അമ്മച്ചിയെ കണ്ടപ്പോ മനസ്സിന് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞ ഈ മലഞ്ചരക്കളുടെ ഇടയിൽ കിടന്ന് പ്രാന്ത് പിടിക്കുമ്പോഴൊക്കെ തോന്നും ഇവിടെ വന്ന അമ്മച്ചി ഒന്ന് കണ്ടാലോ. ആ, ഇതെന്നെയാ ജോസൂട്ടി പറയുന്നത്. മലഞ്ചരക്ക് പോലെയല്ലല്ലോ പച്ചക്കറിയുടെ ഇടപാട്. ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ചീഞ്ഞു പോണ സാധനങ്ങളല്ലേ. അല്ല, ഇത്രയും കാലമായില്ലേ അളിയൻ ഈ ബിസിനസ് നാട്ടിലേക്ക് മാറ്റിക്കൊണ്ടു. പെട്ടെന്ന് അങ്ങനെ എല്ലാം കൂടെ വലിച്ചടക്കൊണ്ട് പോരാ കോളിയാ. കാശ് എത്രയാ മുടക്കിയിരിക്കണേ? അല്ലെങ്കിൽ പിന്നെ ഇവരെ കൊണ്ട് അങ്ങോട്ട് പോകണം. അല്ലാതെ അളിയൻ ഇങ്ങനെ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഒന്ന് മുഖം കാണിച്ചിട്ട് പോയാ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? സംഗതി ഇപ്പൊ അമ്മച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നടക്കും. പക്ഷെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറഞ്ഞാലും തമിഴ്നാട്ടിലേക്ക് ഞാനില്ല. കൊച്ചുവറീച്ചന്റെ കൂടെ വേളാങ്കണ്ണിക്ക് പോയി വന്ന അന്ന് ഞാൻ കോല് മുറിച്ചിട്ടതാ. ഇനി സിംത്തേരിലേക്കല്ലാതെ ഈ മിറ്റം വിട്ട് ഓരോരുത്തേക്കും പോണ കോള് വേണ്ടാന്ന്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത്തവണ ക്രിസ്തുമസിന് അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് പറയാനാ ഞാനും മേരിക്കുട്ടിയും വന്നത്. വേണ്ടടാ, അമ്മച്ചിക്ക് വയ്യട മോനെ. മാത്രല്ല ക്രിസ്മസിന് അമ്മച്ചി ഇവിടെ ഇല്ലെങ്കിൽ ഇവൻ എന്ത് വിചാരിക്കും? ട്രീസ് എന്ത് വിചാരിക്കും? അളിയനും ട്രീസും പിള്ളേരും കൂടെ തമിഴ്നാട്ടിൽ പോയിട്ട് വരട്ടെ. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഇതെന്റെ മാത്രം കാര്യമല്ല, ജർമ്മനിയിൽ നിന്ന് ബോബിച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുക. അവൻ അച്ചമ്പട്ടം കിട്ടിയിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരികയല്ലേ, വന്നു കയറുമ്പോ അമ്മച്ചിയോട് ഉണ്ടാവണം. റോമിൽ നിന്ന് മാർപ്പാപ്പയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാവും വരണത്. പക്ഷെ അതല്ല കാര്യം, വന്നു കയറിയ അവന് കൈ തൊട്ട് മുത്താൻ അമ്മച്ചി അവിടെ വേണം. പോയപ്പോഴും എന്റെ കൈ തൊട്ടുമുത്തിയിട്ട് അവൻ പോയത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അപ്പൊ അവൻ തിരിച്ചു വരുമ്പോഴും അമ്മച്ചി വേണ്ടേ? ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ. മോനെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ജർമ്മനിന്ന് അവനെ എഴുതിയ സ്ഥിതിക്ക് അമ്മച്ചി ചെന്നില്ലെങ്കിൽ മോശല്ലേ? അമ്മച്ചിയോട് വിഷമൊന്നും തോന്നണ്ട. നീ അവളെയും കൂട്ടിയിട്ട് പോയി നിന്റെ കച്ചവട സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് വാ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഓ, അമ്മച്ചി ഇല്ലാണ്ട് ഞാൻ അവരെ കൊണ്ട് എങ്ങോട്ടും ഇല്ല. പറയണ്ട, അങ്ങോട്ട് കേട്ടാ മതി. ആര് പോയാലും ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കൂടെ പോവാ. അതെ, എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞത് അല്ലേ അളിയാ? ആ